ഹലോ നമസ്കാരം. അപ്പം നമ്മൾ ക്രിസ്മസിന് വെക്കേഷൻ നമ്മൾ ട്രിപ്പ് പോയിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് പാക്കിംഗ് പരിപാടികളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. നമുക്കറിയാം എപ്പോഴും പാക്കിംഗ് എന്ന് പറയുന്നത് അമ്മമാരുടെ തലയിലുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ വിട്ടു പോകാതെ എടുത്തു വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സാധനങ്ങളാണ്. നമ്മുടെ എന്തെങ്കിലുമൊക്കെ വിട്ടു പോയാലും വലിയ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ സാധനങ്ങൾ എടുത്തു വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം എടുത്തു വെച്ചേക്കുന്നത് നമ്മുടെയൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് ദച്ചുവിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഇടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈറ്റ് ഡ്രസ്സാണ്. പിന്നെ അങ്ങനത്തെ ഡ്രസ്സ് ഫ്രോക്സ് സാധാരണ അവൾ ഇടാറില്ല. ഇൻ കേസ് അവൾ ഇട്ടില്ലെങ്കിൽ ഇടിക്കാൻ വേണ്ടി ഞാനൊരു അല്ലാത്ത സിൽക്കിൻ്റെ ടൈപ്പ് മെറ്റീരിയൽ ഉള്ളത് എടുത്തിട്ടുണ്ട്. അതായത് നോർമൽ കോട്ടൺ പോലെ, സോഫ്റ്റ് കോട്ടൺ പോലത്തെ. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും സാധനങ്ങളൊക്കെ ഞാൻ ആ സൈഡിലേക്ക് വെച്ചു. ഞങ്ങളുടെ രണ്ടുപേരെയും ഓൾറെഡി പാക്ക് ചെയ്തു കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഈ കവറുണ്ട്. ആ കവറിനകത്താണ് നമ്മൾ സാധനങ്ങൾ അവരെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതാകുമ്പോൾ എടുക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് അവരുടെ രണ്ടുപേരുടെയും ചെരുപ്പ്, പിന്നെ ഒരു വെറ്റ് വൈപ്സ് എവിടെ പോകുമ്പോഴും എടുക്കാറുണ്ട് കേട്ടോ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന്. പിന്നെ അതെന്ന് പറഞ്ഞാൽ അവരുടെ പേസ്റ്റും ബ്രഷും സാധനങ്ങളും ഒക്കെയാണ്. ഇനി അവരുടെ 2 ജോഡി ചെരുപ്പ് ഞാൻ കഴുകി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഇതിനകത്ത് എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ അത്രയാകുമ്പോഴേക്കും ആ കവർ ആവും കേട്ടോ, ഫുള്ളാവും. അപ്പോൾ അത് സൈഡിലോട്ട് വെച്ചു. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കവറുകൾ ഞാനിങ്ങനെ എടുക്കും കേട്ടോ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനഞ്ഞ ഡ്രസ്സൊക്കെ ഇടാൻ, അല്ലെങ്കിൽ മുഷിഞ്ഞതിൽ കളർ പോകുന്നതൊക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്തൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും കുറച്ച് കവർ എടുക്കും കേട്ടോ എവിടെ പോയാലും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഉണ്ണി എടുത്ത് തന്നേക്കുന്നതാണ്. അവൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് തന്നു. കളറിങ് ബുക്ക്, വരയ്ക്കാനുള്ളത്, പിന്നെ കളേഴ്സ്, കുറേ സ്കെച്ച് പെന്ന്, ക്രയോൺസ്, ഈ വക സാധനങ്ങളൊക്കെ ആൾക്ക് വേണ്ടതൊക്കെ അവൻ എടുത്തു തന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് അവൻ എടുത്തു തന്നേക്കുന്നത്. അത് അവൻ്റെ സാധനങ്ങൾ അവൻ തന്നെ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. അതുകൊണ്ട് അതും കൂടെ ഞാൻ അങ്ങ് വെച്ചു. ഇതിനകത്ത് നമ്മൾ ആക്ടിവിറ്റി ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കാണിച്ച ബുക്സും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവർക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മൾ നല്ല ജലദോഷം ഉണ്ണിക്ക് ഇന്നലെ പെട്ടെന്ന് എവിടെ നിന്നോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും തെച്ചുകുട്ടിക്ക് അത് നാളെ ആകുമ്പോഴേക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. നാളെ മോർണിംഗ് ആണ് നമ്മൾ പോകുന്നത്. അപ്പം അതിനുള്ള പ്രിപ്പറേഷനൊക്കെ എന്തായാലും വേണം. പിന്നെ ഈ ഒരു കവറ്, ഇപ്പം കാണിച്ച കവറിൻ്റെ വലുതാണ് ഇത്. ഇതിനകത്താണ് ഞാൻ അവരുടെ ഡ്രസ്സ് എടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ അവരുടെയും കൂടെ കൂടിക്കുഴയുണ്ടല്ലോ, കുട്ടികളുടെ എടുക്കാൻ എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ അലമാരിയിൽ വെച്ചേക്കുന്ന രീതിയിൽ അതേപടി ഇങ്ങ് എടുത്തതാണ്, മടക്കി വെച്ചേക്കുന്ന രീതിയിൽ തന്നെ അവരുടെ. അത് ഉണ്ണിയുടെ ടീഷർട്ടുകളെല്ലാം ആണ്. അപ്പോൾ അത് പല ടൈപ്പ് ഉണ്ട്. അതായത് ഫുൾ സ്ലീവ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ സ്ലീവ് ഉണ്ട്. അവന് വേണമെന്ന് പറഞ്ഞതെല്ലാം ഞാൻ എടുത്തു കേട്ടോ. അപ്പം നമ്മൾ 3 ദിവസത്തേക്കാണ് പോകുന്നത്. 3 ദിവസം രാത്രിയും പകലും ഇടാൻ വേണം. ഇൻ കേസ് നനയുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറി ഇടാൻ വേണം. അങ്ങനെ അത്യാവശ്യം നല്ല അളവിൽ ഡ്രസ്സ് വേണമല്ലോ 3 ദിവസത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ടീഷർട്ട്, പിന്നെ ഇത് അവൻ്റെ ഷോർട്ട്സും പാൻറ്റുകളും, ജീൻസ്. അപ്പോൾ അവന് കൂടുതലും പാൻറ്റ് മതി എന്ന് പറഞ്ഞിട്ട് പാൻറ്റാണ് കൂടുതൽ എടുത്തേക്കണം. പിന്നെ വീട്ടിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ ഇടിക്കാനൊക്കെ നിക്കർ, അതായത് ഷോർട്ട്സൊക്കെയാണ് കേട്ടോ. പിന്നെ അടുത്തത് ദച്ചുകുട്ടിക്ക് അതുപോലെ തന്നെ ഫുൾ സ്ലീവ് എടുത്തിട്ടുണ്ട്, സ്ലീവ് ഇല്ലാത്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഇതൊരു ജംപ് സ്യൂട്ടാണ്. ആൾക്ക് ബീച്ചിലോ അല്ലെങ്കിൽ പാർക്കിലോ ഒക്കെ പോകുമ്പോൾ ഒന്ന് ഇടിയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചൂടായിരിക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് അവൾക്ക് ഇടാൻ വേണ്ടിയിട്ട് സ്ലീവ് ഒന്നും ഇല്ലാത്ത ഒരു ജംപ് സ്യൂട്ടാണിത്. നല്ല മെറ്റീരിയലാണിത്. ഇത് അവരുടെ അച്ഛൻ ശ്രീലങ്കയിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. നല്ല തുണിയാണ്. പിന്നെ ആണെങ്കിൽ ഈ ഒരു ഡ്രസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പം ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ അവിടെ നിന്ന് വരുന്നത്. അന്ന് ഇടിക്കാൻ വേണ്ടി ഞാൻ 2 പേർക്കും ഒരേപോലത്തെ ഡ്രസ്സ് ഇത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. നല്ല. പിന്നെ തെച്ചുകൂട്ടനും കുറേ പാൻറ്റും നിക്കറും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. വീട്ടിലിടിക്കാനും ഉണ്ട്, പുറത്തിടാനും ഉണ്ട്. പിന്നെ തെച്ചുകൂട്ടൻ്റെ ഒരു ജോഡി ഞാൻ എക്സ്ട്രാ ബാഗിലും വെക്കും കേട്ടോ, ഹാൻഡ് ബാഗിൽ. പിന്നെ ടവൽസ് എന്തായാലും അത്യാവശ്യമാണ് കുട്ടികളെയും കൊണ്ട് പോകുമ്പം. പിന്നെ ഉണ്ണിക്ക് സോക്സ് വേണമെന്ന് പറഞ്ഞാൽ അവന് സോക്സും എടുത്തിട്ടുണ്ട്, 2 ജോഡി എക്സ്ട്രാ. അപ്പോൾ അത്രയും സാധനങ്ങളാണ് അവർക്ക്. പിന്നെ അവരുടെ തോർത്തും കൂടെ ഞാൻ വെക്കും കേട്ടോ. തോർത്ത് ഞാൻ പുറത്താണ് വെക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തുടയ്ക്കാൻ വേണ്ടി വന്നാൽ അതുകൊണ്ടാണ് അതിനകത്ത് വയ്ക്കാത്തത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചു. ആ പെട്ടി കറക്റ്റ് അത് പിന്നെ ചെരുപ്പും കൂടെ വയ്ക്കാനേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വലിയ കവറെന്ന് പറഞ്ഞാൽ ഞാൻ അവളുടെ പോട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പോട്ടി കൊണ്ടുപോകാതെ നമുക്ക് രക്ഷയില്ല. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗിനകത്ത് നിറയെ സാധനങ്ങൾ വരും കേട്ടോ. അവളുടെ തൊപ്പിയുണ്ട്. പിന്നെ എൻ്റേതായിട്ട് ആകെ ഈ 2 സാധനങ്ങളേ ഉള്ളൂ. ദച്ചുവിൻ്റെ സാധനങ്ങളാണ് ബാക്കിയൊക്കെ. പിന്നെ അവളുടെ ഫീഡിങ് ബോട്ടിൽ വെക്കണം, അവൾക്കിടെ വെള്ളക്കുപ്പി വെക്കണം. പിന്നെ അവൾക്ക് പാൽപ്പൊടിയാണ് കൊണ്ടുപോകുന്നത്, അപ്പോൾ അത് വെക്കണം. കാരണം നമുക്ക് ഈ 3 ദിവസത്തേക്കൊക്കെ പാല് കിട്ടുമെന്ന് ഉറപ്പില്ല. പിന്നെ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം. ജലദോഷം ആയതുകൊണ്ട് ജലദോഷത്തിൻ്റെയും പനിയുടെയും മരുന്നുണ്ട്. ഇൻ കേസ് തെച്ചുകുട്ടിക്ക് ജലദോഷം വന്നാൽ വളരെ അത്യാവശ്യമായിട്ടുള്ള നെയ്സൽ ഡ്രോപ്സ്. ഇത് 3 ഞാൻ ഹാൻഡ് ബാഗിലേക്ക് വെക്കുന്നുണ്ട്. മറ്റേതിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും മറിഞ്ഞ് ലീക്കായാലോ എന്ന് ഓർത്തിട്ടാണ് ഹാൻഡ് ബാഗിൽ വെച്ചേക്കുന്നത്. അതാകുമ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും നിവർത്തി വെച്ചേക്കുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ